നമസ്കാരത്തോട് ഒപ്പം മുൻകൂറായി ഓണാശംസകളും നേർന്നുകൊള്ളുകയാണ്. ചിത്തിര ജ്യോതി വിഷാനുമൊക്കെ എത്തി. ഇനിയിപ്പോൾ മഹാബലി ഏത് നിമിഷം കടന്നു വരാം. ഇനിയും ഷെഡ്യൂളിന് വല്ല മാറ്റങ്ങൾ വല്ലതും വരുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം കാലാനുസൃതമായ മാറ്റങ്ങൾ അവിടെ സംഭവിക്കാമല്ലോ. എന്തായാലും അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും. കാരണം ഈ മലയാളിയെ കൊണ്ട് തോറ്റു. ലോകത്തിലെ അറിവിൻ്റെ നിറകുടങ്ങളെന്നാണ് പറയുന്നത്. മലയാളി ഇല്ലാത്തതായി ഭൂമിയിൽ ഒരു പ്രദേശവും ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുകയും അത് ഞങ്ങളാ, അത് ഞങ്ങളുടേതാ എന്ന് പറയാൻ അല്പം പോലും മടിയില്ലാത്തവരാണ് മലയാളികളെന്ന് കൂടി പറയേണ്ടി വരും. യുക്തിക്ക് നിരക്കുന്നതാണോ ചരിത്രത്തിന് നിരക്കുന്നതാണോ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് കേമത്തം കാട്ടാൻ എന്ത് കിട്ടിയാലും വെറുതെ കളയത്തില്ല. കാരണം ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചത് മുഴുവൻ ചരിത്ര സത്യമാണെന്ന് ഘോരഘോരം പ്രസംഗിക്കാൻ മുൻപന്തിയിലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനക്കാരാണ് നമ്മൾ. അക്കൂട്ടത്തിൽ ഒന്നാണ് ചിങ്ങമാസത്തിലെ തിരുവോണവും. തിരുവോണമൊക്കെ ഉണ്ട് ചിങ്ങമാസത്തിൽ, വളരെ വിശേഷപ്പെട്ട സുദിനവുമാണ്. പക്ഷേ ഈ മഹാബലി എന്ന് വരുമോ? മഹാബലി എന്ന് വരുമെന്ന് ചോദിച്ചാൽ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കുട്ടിക്കാലം മുതൽ കേട്ടേക്കുന്ന കാര്യം തിരുവോണത്തിന് ആര് വന്നില്ലെങ്കിൽ മഹാബലി വരുമെന്ന്. എങ്ങനെ വരും എന്നായി പറയുന്നത്? കേരളത്തെപ്പറ്റി സ്വപ്നേവി ചിന്തിച്ചിട്ടില്ലാത്തതും മഹാബലിയുടെ ദൃഷ്ടിയിൽ പോലും പെടാത്തതുമായ ഒരു ഭൂപ്രദേശമായിരുന്നു കേരളം. കാരണം കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം പോയെന്ന പുരാണ കഥകൾ തന്നെ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ മത്സ്യ, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ 5ാമത്തെ അവതാരമായിട്ടാണല്ലോ വാമനമൂർത്തി വരുന്നത്. ഈ വാമനമൂർത്തി ഇതിയാനെ ചവിട്ടി ചെളിയിലേക്കോ കടലിലേക്കോ കായലിലേക്കോ എങ്ങനെയൊക്കെ താഴ്ത്തി നോക്കിയാണ് നമ്മൾ ധരിച്ചു വച്ചേക്കുന്നത്. പക്ഷെ ഭാഗവതമോ ഭാരതമോ എടുത്തു നോക്കിയാൽ വാമനമൂർത്തി പോയി കഴിഞ്ഞിട്ട് വന്ന പരശുരാമനാണത്രേ കേരളം സൃഷ്ടിച്ചത്. അപ്പോൾ എന്തായാലും വാമനമൂർത്തി കേരളത്തിലുണ്ടായിരുന്നപ്പം അല്ലെങ്കിൽ മഹാബലി മൂർത്തി ഉണ്ടായിരുന്നപ്പോൾ കേരളം ഇല്ലായിരുന്നു. ഇതായിരുന്നു സായിപ്പന്മാരും ചരിത്രകാരന്മാരൊക്കെ പറയുന്നു. ഭാരത ചരിത്രം അല്പം ഒന്ന് പരിശോധിച്ചാൽ ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒടുക്കം രൂപം കൊണ്ടതും കടല് മാറിക്കൊടുത്തതും അല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു മാറപ്പെട്ടതുമായ പ്രദേശമാണത്രേ കേരളം. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും കടൽ കൈയടക്കാമെന്നും പറയുന്നുണ്ട്. അതാണ് കേരളത്തിലെ ചില ഭാഗങ്ങളൊക്കെ കുഴിക്കുമ്പം ഒട്ടുമിക്ക ഭാഗങ്ങളിൽ ശംഖും കാക്കയും ഒക്കെ കാണാം. കടലിൽ കാണുന്ന പോലെയുള്ള സാധന സാമഗ്രിയൊക്കെ കാണാമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതൊരു പക്ഷേ നീതിക്ക് നിരക്കുന്നതുമായിരിക്കും. അപ്പോൾ പിന്നെ എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മാഷെ? ഇങ്ങും ഒരു പിടി കിട്ടുന്നില്ലല്ലോ. ഇത് വല്ലാത്തൊരു രീതിയിലേക്കാണല്ലോ പോകുന്നത് എന്നാ ചോദ്യമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാഗവതം എടുത്ത് നോക്കിയാൽ മതി. എന്താ അവിടെ സംഭവിച്ചത്? ചിങ്ങമാസത്തിലെ തിരുവോണ ദിനം വരുന്നുണ്ട്. മഹാബലി കാണും. പക്ഷെ മഹാബലിക്ക് മുമ്പേ വരുന്നത് തൃക്കാക്കരയപ്പന അല്ലെങ്കിൽ ഓണത്തപ്പന, അതും അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തി ഭൂമിയിലേക്ക് ആഗമിച്ചതോ അല്ലെങ്കിൽ അവതാരപ്പിറവി എടുത്ത ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണ ദിനം. ശരിക്കും വാമനമൂർത്തിയുടെ ജന്മദിനമാണ്, അവതാര ദിനമാണ് തിരുവോണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനിയും വാമനമൂർത്തി നമ്മുടെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയായിരുന്നോ? കൊലച്ചതി അങ്ങേര് ചെയ്തോ എന്നൊന്നും അറിയുന്നത് നല്ലതല്ലേ? അതറിയണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാഗവതത്തിലോട്ടത് പോയാൽ മതി. ഇതാണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഭാഗവതം. അവിടെ ഇവിടെ ഇരുന്ന് ചിലർ അവാർഡിന് വേണ്ടിയിട്ടും മറ്റ് ചിലതിനുമൊക്കെ വേണ്ടിയിട്ട് അവരുടെ തോന്നിവാസം ഓരോന്നൊക്കെ എഴുതി പിടിപ്പിച്ചു. അങ്ങനെ വന്നതാണത്രേ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാബലി. കേരളത്തിൻ്റെ ഭരണാധിപനായി അദ്ദേഹത്തിനായി നമ്മൾ ഇലയിട്ട് കാത്തിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! എന്താ ഇതെന്ന് ചോദിച്ചാൽ എല്ലാം നല്ലതിനാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ എന്തായാലും അതിഥികളെ സ്വീകരിക്കാൻ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ശരിക്കും മഹാബലി ഭരിച്ചത് റാൻ ഓഫ് കച്ച് എന്നിന്നറിയപ്പെടുന്നതും ഭൃഗു കച്ച് എന്ന പേരിൽ മഹാഭാരതത്തിൽ പറയുന്നതുമായ വടക്കേ ഇന്ത്യയിലെ ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശത്തിലെ രാജാവായിരുന്നു മഹാബലി എന്ന് കൃത്യമായി തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഭൃഗു കച്ചിലെ ഭരണാധിപനായിരുന്നു, ശുക്രാചാര്യരുടെ ശിഷ്യനായിരുന്നു, ഉത്തമനായ ശിഷ്യനായിരുന്നു. ഒരു ഉത്തമനായ ശിഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗുരു എപ്രകാരമുള്ളതായിരിക്കണം തത്വം മഹാബലിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശിഷ്യന് വേണ്ടിയിട്ട് തൻ്റെ പ്രാണനെ പോലും ത്യജിക്കുവാൻ തയ്യാറായ ഉത്തമനായ ഒരു ഗുരുവിനെ കാണാൻ കഴിയും ശുക്രാചാര്യർ. ശരിക്കും മഹാബലിയുടെ ചരിതമെന്ന് പറയുന്നത് വാമനമൂർത്തിയും ശുക്രാചാര്യരും തമ്മിലുള്ള മത്സരമായിരുന്നു. ആര് പരാജയപ്പെടും, ആര് ജയിക്കുമെന്നുള്ളതായിരുന്നു. അതിലൊരു കരു മാത്രമായിരുന്നു, കളിക്കാരൻ മാത്രമായിരുന്നു, ഉപകരണം മാത്രമായിരുന്നു നമ്മുടെ മഹാബലി. എങ്ങനെയാണ് എന്നാണെങ്കിൽ ലോകത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത അതിബൃഹത്തായ ഒരു യാഗം നടത്തുവാൻ നമ്മുടെ മഹാബലി രാജാവ് തീരുമാനിച്ചു.
അത് നർമ്മദാ നദിയുടെ തീരത്തായിരുന്നു അതിന് അനുയോജ്യമായ പന്തലൊക്കെ കെട്ടി വിധാനിച്ച് ഗംഭീരമായ രീതിയിൽ തരപ്പെടുത്തിയത്. വിശ്വപ്രകൃതിയിലെ സമസ്ത ആചാര്യമത്തുകളെയും ക്ഷണിച്ച് വരുന്നവർക്കൊക്കെ ആവോളം ദാനം കൊടുത്തു. ദാനം നൽകുന്നതിൽ താനാണ് കേമൻ, തന്നെക്കാൾ കേമൻ ഈ വിശ്വപ്രകൃതിയിൽ ആരുമില്ല എന്ന് മഹാബലി തെറ്റിദ്ധരിക്കുകയും ചെയ്തു. 3 ലോകങ്ങളുടെ ഉടയവനാ, അതുകൊണ്ട് തന്നെ തൻ്റെ അത്രയും കേമനായി ആരുമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ ദാനധർമ്മി താനാണ് എന്ന് സ്വയം ഒന്ന് ആത്മാഭിമാനം കൊള്ളുകയും ചെയ്തു. അത് പാടില്ല. ഒരു ഉത്തമനായ ദാനധർമ്മിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ചിന്തയാണ് അത്രേ അത്. ഏതായാലും നമ്മുടെ മഹാബലിയുടെ യാഗമൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സമയത്ത് മഹാബലിയോട് തൻ്റെ ദ്വാരപാലകർ ഒരാളെ വന്നിട്ട് പറയുന്നു, സുമുഖനായ ഒരു ബാലൻ, ബ്രാഹ്മണ ബാലൻ കൊട്ടാരവാതിക്കൽ വന്ന് കാത്തിരിക്കുന്നു, അങ്ങേ മുഖം കാണിക്കണമെന്ന് പറഞ്ഞ്. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കടത്തി വിട്ടുള്ളൂ, എന്തിനാ അമാന്തിക്കുന്നത്, കടത്തി വിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാലനെ ദ്വാരപാലകരകത്തേക്ക് കടത്തി വിട്ടു. ബാലൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ നമ്മുടെ മഹാബലി സറണ്ടറായി. എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു തേജസ്സാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ല ഇത്രയും തേജസ്സുള്ള ഒരു ബാലനെ. ആ മുഖത്തൊന്നും നോക്കിയാൽ കണ്ടെടുക്കാൻ തോന്നത്തില്ല, ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നും, അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ള തലം. എന്തായാലും ആ ബാലനോട് ചോദിച്ചു, പേരെന്തവാ? അപ്പം അതിന് ഉത്തരവായിട്ട് ബാലൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഓരോരുത്തരും ഓരോ പേര് വിളിക്കും, എനിക്ക് അവരോട് യാതൊരു എതിർപ്പുമില്ല, അവർ വിളിക്കുന്ന എന്തും ആയിക്കോട്ടെ എന്ന് ഞാനും കരുതും. അല്ല അപ്പോൾ ദേശവും അങ്ങനെ പ്രത്യേകിച്ച് ദേശമൊന്നുമില്ല, പോകുന്നതൊക്കെ ദേശം, എവിടെയൊക്കെ പോകാൻ തോന്നുന്നു അവിടെയൊക്കെ ദേശം, ആരൊക്കെ വിളിക്കുന്നു അവിടെയൊക്കെ ദേശം, അങ്ങനെ പ്രത്യേകിച്ച് ദേശം കാലം ഒന്നുമില്ല. ഇത് കേട്ടിട്ട് തന്നെ നല്ല രസമുണ്ടല്ലോ. ആട്ടെ, എന്താണാവോ അങ്ങ് ഇവിടേക്ക് വന്നത്, ഞാൻ അങ്ങേക്ക് എന്താ തരേണ്ടത്, അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരും, പറഞ്ഞാട്ടെ എന്ത് വേണം? എനിക്ക് കൂടുതലൊന്നും വേണ്ട എൻ്റെ രാജാവേ, എനിക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ജപിക്കാൻ ഒരു 3 അടി മണ്ണ് മാത്രം മതി. എന്താ പറയുന്നത് എൻ്റെ കുമാര? ചോദിക്കുന്നത് ആരോടാണെന്നൊരു ബോധ്യം വേണ്ടേ? ചോദിക്കുന്നവൻ ഔചിത്യമില്ലെങ്കിലും കൊടുക്കുന്നവന് വേണ്ടേ? വിശ്വം മുഴുവൻ കീഴടക്കിയിരിക്കുന്ന 3 ലോകങ്ങളുടെ അധിപതിയായ ഇന്ദ്രപദം കൂടി കൈയടക്കി വെച്ചിരിക്കുന്ന എന്നോട് വന്നിട്ട് 3 അടി മണ്ണെന്നൊക്കെ പറഞ്ഞത് മര്യാദയാണോ? തന്നെയുമല്ല, ഒന്ന് ഇരിക്കണം എന്ന് തോന്നിയാൽ 3 അടി മണ്ണ് ശരി, പക്ഷേ അല്പം കഴിയുമ്പോൾ ഒന്ന് ക്ഷീണം തോന്നുന്നു, കിടക്കണം തോന്നി 6 അടി മണ്ണെങ്കിലും വേണ്ടേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, 3 അടി ചോദിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങേക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് പറഞ്ഞോളൂ, ഞാൻ തരാം, എവിടെ വേണമെന്ന് പറഞ്ഞോളൂ, തരാം എന്ന് പറഞ്ഞു. അതിന് ഉത്തരവായിട്ട് നമ്മുടെ വാമനമൂർത്തി പറഞ്ഞു, അങ്ങയുടെ ഔദാര്യം എനിക്കറിയാം, അങ്ങയുടെ മനസ്സും അറിയാം, അതുകൊണ്ട് കൂടുതലൊന്നും തരണ്ട, ഞാൻ ചോദിച്ചത് മാത്രം മതി. കൂടുതൽ കിട്ടാൻ ഞാൻ അഹങ്കാരിയാവുക, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം മേടിക്കാം. കടവാണെങ്കിലും എരന്നാണെങ്കിലും ദാനമാണെങ്കിലും ആവശ്യത്തിനുള്ളത് മേടിക്കാവും, ഇല്ലെങ്കിൽ അഹങ്കാരം വരും. അതുകൊണ്ട് 3 അടി മാത്രം മതി. അയ്യോ, അത് ഞാൻ തന്നെ അളന്നെടുത്തോളാം. ആണോ? ഇപ്പം അല്ല, അങ്ങക്കത് മതിയെങ്കിൽ പിന്നെ അല്ല ഞാനെന്ത് പറയാനാ, എന്നാൽ ഒരു കാര്യം സത്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ജലമെടുത്ത് സത്യം ചെയ്യാനായിട്ട് മുതിരുമ്പോൾ ദൂരെ നിന്ന് വന്ന ഈ ബാലനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ശുക്രാചാര്യർക്ക് മനസ്സിലായി, ഇവൻ ഒരു സാധാരണ ബാലനല്ല, ഇവൻ സച്ചിദാനന്ദ സ്വരൂപനായ നാരായണൻ വേഷപ്രച്ഛനായി വന്നിരിക്കുക മഹാബലിയെ ഇല്ലായ്മ ചെയ്യുവാൻ. ഏത് വിധേനെ ഞാൻ എൻ്റെ ശിഷ്യനെ പരിപാലിക്കും നാരായണ എന്ന് നമ്മുടെ ശുക്രാചാര്യ മനസ്സിൽ പറഞ്ഞു. ശുക്രാചാര്യ മനസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ നാരായണൻ തിരിച്ച് ശുക്രാചാര്യോടും പറഞ്ഞു, എൻ്റെ ശുക്രാചാര്യരെ, അങ്ങ് എത്ര വലിയ ഗംഭീരനായ ഗുരുവാണെങ്കിൽ ഇന്ന് ഞാൻ ഇവനെ കൊണ്ടുപോകും, എൻ്റെ കൂടെ കൊണ്ടുപോകും, വിശ്വപ്രകൃതിയിൽ മുഴുവൻ കീർത്തി കേൾക്കത്തക്ക രീതിയിലേക്ക് എത്തിക്കും, അതുകൊണ്ട് അങ്ങേ ആലാകുന്നൊക്കെ നോക്കിക്കൊള്ളൂ എന്ന് നാരായണൻ ശുക്രാചാര്യോട് പറയുന്നു. എന്നാൽ പിന്നെ നാരായണ കണ്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യൻ അങ്ങനെ പറയാനുള്ള കാരണം മഹാബലി എന്ത് ചെയ്യുമ്പോഴും ഗുരുവിനോട് ചോദിക്കാതെ ചെയ്യാറില്ല. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കടാക്ഷമുണ്ട് മഹാബലിക്ക്. ഗുരുവിൽ നിന്ന് എന്ന് ശാപം കിട്ടുന്നോ അന്ന് വരെ മഹാബലിയെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, യാതൊരുവിധ സങ്കടത്തിലേക്കും അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രക്ഷാ കവചമായി ഗുരു കടാക്ഷം നിൽക്കുന്നു. അതുകൊണ്ട് അത് ഞാൻ ഇന്ന് പൊളിക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാമനമൂർത്തി എത്തിയിരിക്കുന്നത്. ഏതായാലും ജലമെടുത്ത് സത്യം ചെയ്യാൻ പോകുമ്പം മഹാബലിയോട് ശുക്രാചാര്യ പറഞ്ഞു, ഹേ മഹാബലി, പാടില്ല, ഇത് നീ ധരിക്കുന്ന പോലെ സാധാരണ ഒരു ബാലനൊന്നുമല്ല, അവൻ്റെ മുഖകാന്തിയിൽ നീ ഭ്രമിച്ചുപോയി, മായാവിയാ, തന്ത്രശാലിയാ, ദേവന്മാരുടെ മാതാവായ അതിഥി പറഞ്ഞിട്ട് ദേവേന്ദ്രൻ്റെ സിംഹാസനം മടക്കി കിട്ടാൻ വേണ്ടി വന്നിരിക്കുക, കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക, നിന്നെ ചതിക്കുക ഉദ്ദേശം. ഇത് നാരായണനാണ്, അതുകൊണ്ട് നീ സത്യം ചെയ്യണ്ട, ഞാൻ പറയുന്നത് അനുസരിക്കൂ, വന്ന് അധികം സ്നേഹത്തോടെ തന്നെ പറഞ്ഞു വിട്ടുള്ളൂ. കൊടുക്കാമെന്ന് പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സ്വന്തം ആയുസിന് വേണ്ടി ഇല്ലെന്ന് പറയാം, അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടില്ലെന്ന് പറയാം, പ്രജകളെ രക്ഷിക്കാൻ വേണ്ടി രാജാവിന് ഇല്ലെന്ന് പറയാം, അതുകൊണ്ട് അതൊരു തെറ്റൊന്നുമല്ല, പറഞ്ഞു വിട്ടേക്കുമെന്ന് പറഞ്ഞപ്പം മഹാബലി സ്വതവേ മോഹിതനായി കിടക്കുക വാമനമൂർത്തിയുടെ ഗ്ലാമറിൽ. പിന്നെ ശുക്രാചാര്യ പറയുന്നത് കേട്ടപ്പോൾ ആദ്യമായിട്ട് ശുക്രാചാര്യ എതിർത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു, അല്ല അങ്ങ് ഈ പറയുന്ന പോലെ ഇദ്ദേഹം നാരായണനാണെങ്കിൽ നാരായണൻ നേരിട്ട് എൻ്റെ അടുക്ക വന്ന് 3 അടി മണ്ണ് ചോദിക്കുന്നത് എൻ്റെ തന്നെ മഹാഭാഗ്യമല്ലേ, സ്വപ്നയെ ചിന്തിക്കാൻ കഴിയാത്തതുമായ ഒരു തലമല്ലേ, അതുകൊണ്ട് കൊടുക്കാം. ഇനി നാരായണന് ഞാൻ കൊടുത്തില്ലെങ്കിൽ നാരായണൻ വിചാരിച്ച് എങ്ങനെയും കൊണ്ടുപോകും, അതുകൊണ്ട് അങ്ങനെയൊന്നും തടസ്സം പറയണ്ട, ഞാൻ ഏതായാലും കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു, അത് ഞാൻ കൊടുക്കാൻ പോവാം. അപ്പോഴും ശുക്രാചാര്യ പറഞ്ഞു, വേണ്ട കുഞ്ഞേ, ഞാൻ പറയുകയാണ്, വരുമരായികളെ പറ്റി എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, നിനക്കത് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ശുക്രാചാര്യരുടെ നിർദ്ദേശത്തെ വീണ്ടും മഹാബലി ഖണ്ഡിക്കുന്നു. ജലമെടുത്ത്
കയ്യിലേക്കൊഴിച്ച് സത്യം ചെയ്യാൻ തുഴയുമ്പോൾ ഇവൻ ഏത് വിധേനയും വാമനമൂർത്തിക്ക് അടിമയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ശുക്രാചാര്യർ കമണ്ഡലുവിനുള്ളിൽ ഒരു വണ്ടായി പ്രാണിയായി വന്ന് കമണ്ഡലുവിൻ്റെ നാളം അങ്ങ് അടച്ചു. കമണ്ഡലുവിൻ്റെ നാളം അടച്ചുകൊണ്ട് ജലം അതിൻ്റെ തുമ്പത്തോട് താഴേക്ക് വീണില്ല. ഈ തടസ്സം വന്നത് ശുക്രാചാര്യർ അവിടെ എത്തിയതാണെന്ന് നാരായണന് മനസ്സിലായി. നാരായണൻ എന്ത് പറഞ്ഞു നമ്മുടെ മഹാബലിയോടെ? മഹാരാജൻ, ആ കമണ്ഡലുവിൻ്റെ നാളിയിൽ എന്തോ കയറി അടഞ്ഞിരിക്കണം, അവിടെ ദർഭയിരിക്കണം, അങ്ങേ എടുത്ത് നല്ലപോലെ ഒരു കുത്തു കൊടുത്താൽ അതങ്ങ് തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാബലി നോക്കണം, ശിഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരു വണ്ടായി അറ്റകൈ പ്രയോഗം നടത്തുകയാണ് തൻ്റെ ഗുരുവെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആത്മാർത്ഥതയെപ്പറ്റി ചിന്തിക്കാതെ വാമനമൂർത്തിയുടെ തേജസ്സിൽ ഭ്രമിച്ചു പോയ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട മഹാബലി വാമനമൂർത്തി പറഞ്ഞതുപോലെ ദർഭയെടുത്തൊരു ഒറ്റ കുത്ത്, നല്ല ഗംഭീരമായിട്ടായിരുന്നു കുത്തുകൊണ്ടത് ശുക്രാചാര്യരുടെ കണ്ണില്ല. ശുക്രാചാര്യർ നാളിക്ക് പുറത്തേക്ക് എത്തി നിലവിളിച്ചു. തന്നെയല്ല കോപം കൊണ്ട് ജ്വലിച്ചു. സ്വന്തം പ്രാണനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ മുതിർന്ന ഗുരുവിനെ നീ അപമാനിച്ചു, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്ന് വരെയുള്ള ഗുരുകടാക്ഷം പരിപൂർണമായി ഇല്ലാതാകട്ടെ എന്ന് ശപിക്കുന്നു. നാരായണന് സന്തോഷമായി. കാരണം നാരായണൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഏത് വിധേന ഞാൻ അവനെ കൊണ്ടുപോകണമെങ്കിൽ ഗുരുവിൻ്റെ ശാപം വേണം. തുടർന്ന് സത്യം ചെയ്യുന്നു. സത്യം ചെയ്ത കഥയൊക്കെ എവർക്കും അറിയാം. മഹാബലി വാമനമൂർത്തിയോട് പറയുന്നു, അങ്ങ് തന്നെ അളന്നെടുത്തോളാൻ പറയുന്നു. അങ്ങനെ ഒന്നാമത്തെ അടി വെച്ചപ്പം ഭൂമി തീരുന്നു. പിന്നെ രണ്ടാമത്തെ അടിക്ക് സ്വർഗവും ബാക്കിയുള്ള ഇതര ഭൂപ്രദേശങ്ങളും പ്രപഞ്ചങ്ങളും എല്ലാം തീരുന്നു. മൂന്നാമത്തെ അടി എവിടെ വെക്കണമെന്ന് ചോദിക്കുമ്പം ഇരു കൈകളും തൊഴുതുകൊണ്ട് പാദങ്ങളിലിരിക്കുന്നു മഹാബലി. ആ കാഴ്ച കണ്ടുകൊണ്ട് ബന്ധനസ്ഥനാക്കപ്പെട്ട ദേവേന്ദ്രനും ദേവന്മാരും ഒക്കെ അവിടെ എത്തി കണക്കറ്റ രീതി നമ്മുടെ മഹാബലിയെ ഭർഷിക്കുന്നു, അനാവശ്യമായ വാക്ക് പറഞ്ഞ് അവഹേളിക്കുന്നു. ഇപ്പോൾ അവർക്ക് ധൈര്യത്തോടെ നിൽക്കാം. കാരണം നാരായണൻ്റെ മുമ്പിൽ സറണ്ടർ ആയിരിക്കുക നമ്മുടെ മഹാബലി. അപ്പോൾ ആ ദേവേന്ദ്രന് ധൈര്യമായിട്ട് വന്നിരിക്കുക. മഹാബലി ഇപ്പോൾ ഒന്നും ചെയ്യത്തില്ല, പോരാത്തത് നാരായണൻ അവിടെ ഉണ്ട്. ഇങ്ങനെ നമുക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരുത്തനെ, ശക്തിശാലിയായ ഒരുത്തനെ കിട്ടിക്കഴിയുമ്പോൾ എത്ര വലിയ ശത്രുവിനോട് ചെന്ന് നമ്മൾ കോട്ടി ചോദിക്കും, പക്ഷെ നേരിട്ട് ചോദിക്കത്തില്ല, ബുദ്ധിമാന്മാരാ. ഏതായാലും ദേവേന്ദ്രനൊക്കെ ഇങ്ങനെ കണക്കറ്റ രീതിയിൽ പറഞ്ഞു. തൻ്റെ 2 പാദത്തിനുള്ളത് മാത്രമേ ഒന്നുള്ളൂ, 3ാമത്തെ പാദത്തിന് തരാൻ അമാന്തിക്കുന്ന കണ്ടപ്പോൾ നാരായണൻ എന്ത് ചെയ്തു? തൻ്റെ വിശ്വസ്തനായ ഗരുഡനോട് പറഞ്ഞു, ഇയാളെ കൈയും കാലും കെട്ടി ബന്ധിക്കാൻ പറഞ്ഞു. ബന്ധിച്ചപ്പോഴും മഹാബലി ഒരു അക്ഷരം പറഞ്ഞില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം? 2 അടിയേ കിട്ടിയിട്ടുള്ളൂ, 1 അടി കൂടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ മഹാബലി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ മഹാപ്രഭു, ഈ ദേവേന്ദ്രൻ്റെ കയ്യിലൊരു സിംഹാസനം എൻ്റെ കയ്യിൽ വന്നു. ഇനി ഇത് എൻ്റെ കയ്യിൽ നിന്ന് ദേവേന്ദ്രനിലേക്ക് പോകാം, പിന്നീട് നാളെ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകാം. ഈ വിശ്വപ്രകൃതി മുഴുവൻ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇത് മുഴുവൻ എൻ്റേതായിരിക്കും എന്ന് അഹങ്കരിക്കാൻ പാടില്ല. ഇന്ന് എൻ്റേതായി നാളെ മറ്റൊരാളുടേതാകാം, മറ്റൊരാളേത് പിന്നീട് എന്നിൽ വേണമെങ്കിലും വന്ന് ചേരാം. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ് ലോകം. സ്ഥിരമായി സ്വത്തും സമ്പത്തും സമൃദ്ധിയും ആരെയും കടാക്ഷിക്കില്ല എന്നെനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ദേഹം ഞാനിതാ സ്വയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ തൃച്ചേവടികൾ എൻ്റെ ശിരസിലേക്ക് വെച്ച് എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ, എൻ്റെ മതം ശമിപ്പിക്കണം, ഗർവം ശമിപ്പിക്കണം എന്ന് പറയുമ്പോൾ നാരായണൻ ആഹ്ലാദചിത്തനാകുന്നു. വശ്യമനോഹരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് തൻ്റെ പാദമെടുത്ത് മഹാബലിയുടെ ശിരസിലേക്ക് വെക്കുന്ന മാത്രമേ തന്നെ ഭഗവാൻ ഇരു കൈകളും കൊണ്ട് മഹാബലിയെ പിടിച്ചുയർത്തി. എന്നിട്ട് പറയുന്നു, ഭക്തന്മാരിൽ അഗ്രേസരനാണ്, ഇത്രയ്ക്ക് ഉത്തമനായ ഒരു ഭക്തനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. തനിക്ക് സർവനാശവും സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും തന്ന വാക്കിനെ പാലിക്കുവാൻ വേണ്ടി നിരന്തര ജാഗരൂകനായി വർത്തിക്കുകയും കൊടുത്ത വാക്കിനെ അക്ഷരം പ്രതി പാലിക്കാൻ വേണ്ടി സദാ സർവദാ കൊടുത്ത വാക്കിനെ അക്ഷരം പ്രതി പാലിക്കാൻ വേണ്ടി ശ്രദ്ധാലു ആവുകയും ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും പിന്നെയോ വരുണഭാഷം കൊണ്ട് ബന്ധിച്ചിട്ടും ദേവന്മാർ പരിഹസിച്ചിട്ടും അപഹസിച്ചിട്ടും ഒരക്ഷരം പോലും പരസ്യമായോ പരുഷമായോ അവരോട് മറുത്തു പറയാതെ സർവവും എൻ്റെ പാദങ്ങൾ സമർപ്പിച്ച നിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുന്നു. ഞാൻ ആരുടെയെങ്കിലും മുമ്പിൽ പരാജയപ്പെടുന്നത് ഉത്തമനായ ഭക്തൻ്റെ മുമ്പിൽ മാത്രമാണ്. ഇപ്പോൾ ഞാനിതാ നിന്റെ ഭക്തിക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്റെ ദാസനാണ്. നിനക്ക് എപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം സാധിച്ചു തരുവാൻ നിന്റെ മുമ്പിൽ തന്നെ സർവ്വദാ ദാസഭാവത്തിൽ ഞാൻ ഉണ്ടാകും. പിന്നെയോ നിനക്ക് എപ്പോൾ നിന്റെ പ്രജകളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ അതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. അതിനും അപ്പുറം മറ്റൊന്നുകൂടി പറയാം, ഈ ദേവേന്ദ്രനോ ദേവന്മാർക്കോ സ്വപ്നേവി ചിന്തിക്കാൻ കഴിയാത്തതും ഒരിക്കലും ഒരു ശോഷണവും സംഭവിക്കാത്തതുമായ സുതലത്തിൻ്റെ ഭരണാധിപനായി നിന്നെ അവരോധിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ വിശ്വപ്രകൃതിയുടെ മുഴുവൻ ആധിപത്യം നിന്നിലേക്ക് വന്നു ചേരും. സമസ്ത ലോകത്തിലും നിന്റെ കീർത്തി കുതിച്ചുയരും. സത്യത്തിലും ധർമ്മത്തിലും നിലനിർക്കുന്നവരുടെ മുഴുവൻ മാതൃകയായി നീ മാറും. എൻ്റെ ഭക്തന്മാരിൽ അഗ്രേസരനായി മാറും. നിന്റെ കൊട്ടാരവാതിലിൽ കാവൽക്കാരനായി സർവദാ ഞാനുണ്ടാകും എന്നൊക്കെ നാരായണൻ അനുഗ്രഹിച്ചു ഉയർത്തിയെന്നൊക്കെയാണ് ഭാഗവതം പറയുന്നത്. എവിടെ നിന്ന് കിട്ടി ഈ ചവിട്ടിത്താഴ്ത്ത കഥയെന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും താങ്കൂറോ വേണാട്ടമൊക്കെ ഭരിച്ച രാജാക്കന്മാർ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ അവരെ സ്തുതിച്ച് പാടിയതാണെന്നോ അവർ മഹാബലിയുടെ കൂട്ട് പ്രജാക്ഷേമ തൽപരരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ സ്തുതിച്ചതാണത്രേ പിന്നീട്
കേരളത്തിന്റെ ചരിത്രരേഖയായി മാറിയതെന്ന് പറയുന്നു. കുറെ കഴിയുമ്പോൾ പുതുതലമുറ അതാണ് ശരിയെന്ന് ധരിക്കുന്നു. ബിജുലൽ വ്യാസന്റെ കൃതിക്ക് ഒരു വിലയില്ലാത്ത കാലം വരും. സ്വന്തം കാഴ്ചപ്പാടോ അല്ലെങ്കിൽ തൻ്റെ ശ്രേയസ്സിനോ കേമത്വത്തിനോ വേണ്ടി ഏത് കൃതിയെയും ഏത് രീതിയിലും തോന്നിവാസം ചെയ്യാവുന്നവരുടെ നിലവാരം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്ര സത്യങ്ങളൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് മാറപ്പെടാം. എത്താൻ സാധ്യതയില്ലാത്തതും സ്വപ്നയെ ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്തതുമായ പലതും സത്യമാ എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കുന്നതിൽ അപ്പോഴും നമ്മൾ മുമ്പിൽ കാണും. എന്തായാലും ഒന്നുറപ്പായിട്ട് പറയാം, ഇലയിട്ടുള്ളൂ, വിളമ്പി വെച്ചു. വാമനമൂർത്തി ഉണ്ടെങ്കിൽ തീർച്ചയായും മഹാബലി കാണും, മഹാബലി ഉണ്ടെങ്കിൽ വാമനമൂർത്തിയും കാണും. ആരാദ്യം വരുന്നു എന്നതിനെ പറ്റി ഒന്നും ആലോചിച്ച് നമ്മൾ ബേജാറാകണ്ട. നമുക്ക് രണ്ടുപേർക്കും കൊടുക്കുക. ആ കൂട്ടത്തിൽ ഒരു ഇലയും കൂടി ഇട്ട് പൂർവികർക്ക്, നമ്മളാക്കിയ പൃഥുക്കൾക്ക്, പൂർവികർക്ക്, നമ്മുടെ മുൻ തലമുറയ്ക്കും വേണ്ടി കൊടുത്താൽ നാരായണന് സന്തോഷിക്കും, മഹാബലിയും സന്തോഷിക്കും, പൂർവികരും സന്തോഷിക്കും. അതിനപ്പുറം നമുക്ക് എന്ത് സന്തോഷമാണ്. ഏവർക്കും ഐശ്വര്യകരവും അഭിവൃദ്ധികരവുമായ ഒരു മനോഹരമായ പൊന്നോണം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം.